അസ്സലാമലൈക്കും. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നല്ല മഴയാണ്. അവിടെയൊക്കെ മഴ ഉണ്ടാവും അല്ലേ? എന്താ പറയുക, ഞാൻ ഇങ്ങനെ ദോശ ഉണ്ടാക്കണത് ഇവിടെ മക്കൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ, മസാല ദോശ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 അധികം കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉണ്ടാക്കമ്മ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഒരെണ്ണം ആദ്യം തന്നെ ഇങ്ങനെ മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിച്ച് കൊടുത്തു കേട്ടോ. എന്നാലും ഉണ്ണിൻ്റെ അടുത്തുനിന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും, കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും സേഫല്ലേ? നല്ല മഴയുണ്ട്. ഇതെന്തറിയോ, ഇത് താഴത്തുനിന്ന് താത്ത പിടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ബീഫ് പിടിയാണ്. ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ദിവസം താത്ത കോഴിക്കൂട് തുറന്നു വിടാൻ വേണ്ടി പോകും കേട്ടോ, തറവാട്ടിലേക്ക്. അപ്പോൾ അവർ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പോൾ കോട്ടിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ അതിന് ഓരോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പോൾ. പിന്നെ യാത്രകളും പറ്റില്ല, ഒക്കെ ഓരോ സ്ഥലത്തൊക്കെ പോകാനുണ്ട് കേട്ടോ. ഒക്കെ ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അക്ഷയയിലും വില്ലേജിലും പഞ്ചായത്തിലും എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴയത്ത് എങ്ങനെയാണ്? അപ്പോൾ അവരിന് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് വിട്ടാക്കി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവരുടെ മോളുടെ അടുത്ത് താഴെ സംസാരിച്ച് അങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് കയറി വന്നു കേട്ടോ. മേലേക്ക് കയറി വരുമ്പോൾ അവിടെ നമ്മളെ കാത്തൊരു ആൾ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിപ്പൂച്ച തന്നെ കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരമാണ് മോളുടെ അടുത്ത് താഴെ സംസാരിച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ താഴ്ഭാഗത്തത്തെ സിറ്റ് ഔട്ടാണ് കേട്ടോ. ഞാനവിടെ സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു കയ്യിൽ വീഡിയോ അത് ഓഫാക്കാൻ മറന്നിട്ട് അങ്ങനെ പെട്ടതാണ്. പിന്നെ അതാ കണ്ടോ കാത്തു നിൽക്കണ കണ്ടോ. എന്നിട്ട് മുമ്പേ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോകും കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനറിയോ, വല്ല സ്നാക്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവനാണ് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കും. ഇപ്പോൾ രാത്രി ഉറങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. അവന് ഉറങ്ങിക്കഴിഞ്ഞിട്ടേന് ഉറങ്ങാൻ കയറുള്ളൂ. അവൾക്കൊരു അട്ടപ്പെട്ടിയും ഒരു ബെഡ്ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തണുപ്പല്ലേ, പാവങ്ങൾ നമ്മളെക്കാളും തണുപ്പുണ്ടാവും അത്ര അവരുടെ രോമത്തിന്. അപ്പോൾ അവൾക്ക് പുതയ്ക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് അതിലിങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും കേട്ടോ. പക്ഷെ അത് എപ്പോഴാണ് കിടക്കുക എന്ന് വെച്ചാൽ ഇവൻ കിടന്ന് കഴിഞ്ഞിട്ടേണ് അവൾ കിടക്കുകയുള്ളൂ. അതാണൊരു പ്രത്യേകത. ഇവൻ വൈകിട്ടൊക്കെ വന്നിച്ചാൽ വരുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കും, എന്നിട്ടാണ് കയറി കിടക്കുകയുള്ളൂ. നല്ല ബുദ്ധിയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? കമൻ്റ് ഇടണം കേട്ടോ എല്ലാവരും. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? അപ്പോൾ അതാ അങ്ങനെ അവളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവനെ കാണാനില്ലാതായപ്പോൾ നേരെ റൂമിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലിലിങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യും വരാതെ ആകുമ്പോഴേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തിങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഇക്ക ഷീറ്റിൻ്റെ സൈഡ് ഭാഗമല്ലേ, എന്താ അതിന് പറയുക, പാത്തി, അതിനെ അഴിച്ച് വെച്ചിട്ട് പോയി കേട്ടോ. അതിനെ അഴിച്ചിട്ട് ആളവിടെ എടുത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ ആ വെള്ളം അങ്ങനെ താഴേക്ക് മതിലേക്കാണ് വീഴുന്നത്. മതിലേക്ക് വീഴും, മതിലും കേടാവും. പിന്നെ അത് മാത്രമല്ല, റോട്ടിൽ കൂടെ നടന്ന് പോണവർക്കൊക്കെ മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണ്ടല്ലോ നമുക്കറിയാൻ, നമ്മളത് അറിഞ്ഞ് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അത് ഇങ്ങനെ എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വേഗം ഇക്കാൻ്റെ ഏട്ടൻ അവിടെ എടുത്ത് ഷീറ്റിനെയൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവള് ഇതാ ഇക്കാൻ്റെ ഏട്ടൻ്റെ മോളാണ്. അപ്പോൾ അവൾ വന്നിട്ട്
ഇതും കൊണ്ട് വന്നു, എന്ത് അണ്ണാൻകുട്ടി. അപ്പോൾ അണ്ണാൻകുട്ടീനെയും കൊണ്ട് വന്നപ്പോൾ അവൾ ഇങ്ങനെ താഴെ വെക്കാൻ പറയുമ്പോഴേ കേൾക്കണില്ല, താഴെ വെക്കില്ല, പിന്നെ പൂച്ച പിടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ പുതച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ പൂച്ച അണ്ണാൻകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ വേറെയും അണ്ണാൻകുട്ടീനെയൊക്കെ വളർത്തിയിട്ട് മരത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ വളർത്തി വലുതാക്കും, എന്നിട്ട് അങ്ങോട്ട് വിട്ടാക്കും. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അവൾ എന്നിട്ട് ടാറ്റ ബബായി പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.